പാറശാല മഹാദേവ ക്ഷേത്രം. ഇന്ന് സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ് കേട്ടോ. അതിൻ്റെ പാറശാല മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാം. കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ
നിർത്താൻ ഭയങ്കര തിരക്കാണ്. അതേവൻ കൊടിമേലെ പ്രതിഷ്ഠ കഴിഞ്ഞേട്ടാ. അടുത്ത് പോയി നടക്കാൻ പറ്റിയില്ല. ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കും. അമ്പലം നല്ല തിരക്കാണ് കേട്ടാ. അടുത്തുപോയി ഇതുവരെ പറ്റിയില്ല. അടുത്ത് പോയി എടുക്കാൻ വല്ല വഴിയുണ്ടോ? നേരെ ഞാൻ തല ഉത്തരത്ത് പിടിച്ചിങ്ങനെ പിടിച്ചേർന്നു. അങ്ങോട്ട് ഒന്നെടുത്തേക്ക് എനിക്കൊരു കല്യാണം. ശരി. ജനങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഉണ്ട്. ഹായ്. അവിടെ പോയിട്ട് സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് ഓടി ജനങ്ങളാണ് കേട്ടോ. പ്രതിഷ്ഠിച്ചു കഴിഞ്ഞായിരുന്നോ? ഇതൊന്ന് പ്രതിഷ്ഠ കഴിഞ്ഞു. ഇത് ഇന്ന് രാവിലെ 8:30-ക്കും 9-നും അകത്തുള്ള ശുഭമുഹൂർത്തത്തിൽ എൻ്റെ ചടങ്ങ് നടന്നു. ഇനി രാത്രി 8:30-ക്കാണ് ഔദ്യോഗികമായിട്ടുള്ള ഉത്സവം കൊടികയറുന്നത്. ഇപ്പോൾ ഒരു കൊടി കയറ്റിയിട്ടുണ്ട്. അത് വന്ന് ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഇന്ന് ഇപ്പോൾ ഇറക്കും. വൈകുന്നേരം ഇറക്കിയതിന് ശേഷം ആചാരപ്രകാരം അവർ കൊണ്ടുവരുന്ന കൊടി കയറ്റുന്നതും കൊടി കയറ്റി ഉത്സവം നടത്തുന്നതും ഇന്ന് രാത്രി 8:30 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് അത് തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ മാഡത്തിന്റെ കൂടെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ആ കാലത്ത് എന്നോട് മാഡം തിരിച്ചു ചോദിച്ചു, ആവശ്യമായ സ്വർണം ആയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, 20% സ്വർണ്ണമേ അന്ന് എത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത്രയേ ആയുള്ളൂ എന്ന് ചോദിച്ചു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഭഗവാൻ സഹായിച്ച് ഇതെല്ലാം ഭംഗിയാവുമെന്ന്. അത് അതുപോലെ തന്നെ എല്ലാം ഒന്നിലും ഒരു കുറവുകളും സംഭവിക്കാതെ ഭക്തരെല്ലാം, അതും സ്വർണം ലോക റെക്കോർഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഭക്തർ മുഴുവൻ അർപ്പണബോധത്തോടു കൂടി ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്, അതിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും അതിൻ്റെ ഒരു കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ തലവണങ്ങി അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ഒരു ഭാരവാഹിയാണ്. പേര് സാറിൻ്റെ പേര് ജി മന്മഥൻ. മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോഴും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടെ ഇന്ന് കൊടിമരം പ്രതിഷ്ഠ കഴിഞ്ഞു കേട്ടോ. രാവിലെ 8:30-ക്കായിരുന്നു. അടുത്ത് പോയി എടുക്കാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്ക് ജനങ്ങളാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം
8:30 അടുത്ത കൊടിയേറ്റുണ്ട്. അപ്പോൾ കാണാം. ശരി. ഉഗ്രേ നമശിവായ, ഉഗ്രേ നമശിവായ. അതേവ പ്രശസ്ത കവി ശ്രീ സുഗു മരുവത്തൂർ എഴുതിയ പാശുപതം എന്ന് പറയുന്ന പുസ്തകം പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ക്ഷേത്രതന്ത്രിയെയും സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ജി കൃഷ്ണകുമാർ അവരുടെയും ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ചരിത്രം, അതുപോലെ സ്വർണ്ണ കൊടിമരത്തിൻ്റെ നിർമ്മാണം വരെയുള്ള വിവരണങ്ങൾ നൽകിക്കൊണ്ട് പ്രശസ്ത കവി ശ്രീ സുഗു മരുവത്തൂർ സാർ രചിച്ച പാശുപതം എന്ന പുസ്തകം ഇപ്പോൾ സ്വർണ്ണ കൊടിമരത്തിൻ്റെ മുന്നിലായിട്ട് ക്ഷേത്രതന്ത്രി പ്രകാശനം ചെയ്യുന്നു. ക്ഷേത്രതന്ത്രിയും സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ജി കൃഷ്ണകുമാർ അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതുപോലെ എല്ലാ ഭക്തജനങ്ങളും അന്നദാന പ്രസാദം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ മടങ്ങി പോകാൻ പാടുള്ളൂ. ഇന്നു മുതൽ മെയ് 5 വരെ 10 ദിവസം നിൽക്കുന്ന തിരുവുത്സവം നടക്കുകയാണ്. ആ തിരുവുത്സവത്തിലേക്ക് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന പൂജാതി വിശേഷങ്ങളിലും കലാ സാംസ്കാരിക പരിപാടികളിലും എല്ലാ ഭക്തജനങ്ങളെയും ഉപദേശക സമിതിയും സ്വാഗത സംഘവും ഇവിടെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത കവി ശ്രീ അദ്ദേഹം രചിച്ച പാശുപതം പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ചരിത്രം, ഇവിടുത്തെ പൂജാരി വിശേഷങ്ങൾ, ഇവിടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ ഈ സ്വർണ്ണ കൊടിമരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 വർഷ കാലഘട്ടം നീണ്ടുനിന്ന ഉപദേശക സമിതിയുടെയും സ്വാഗത സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷേത്ര കൊടിമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ഷേത്ര കൊടിമരത്തിൻ്റെ പ്രത്യേക വിശേഷങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അത് ക്ഷേത്രതന്ത്രിയിൽ നിന്ന് നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ ജി കൃഷ്ണകുമാർ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ പുസ്തകം ലഭ്യമാണ്. നമുക്ക് ഈ കിഴക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള നടയിൽ നിന്ന് ഈ പുസ്തകം ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ്. 100 രൂപയാണ് ഒരു പുസ്തകത്തിൻ്റെ വില. അത് എല്ലാവർക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങളും ചരിത്രത്തെയും കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു വിജ്ഞാന ഭണ്ഡാരം തന്നെയായിരിക്കും ഈ ലഘു പുസ്തകം. എല്ലാവരും ഈ പുസ്തകം ഒരു വീടുകളിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു നിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ ഭക്തജനങ്ങൾ ഇവിടെ എല്ലാവർക്കും അകത്ത് കയറി നിറഞ്ഞു കൂട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ അന്നദാന പ്രസാദ വിതരണം നടക്കുകയാണ്. അന്നദാന പ്രസാദവും വാങ്ങിയതിനു ശേഷം തൊട്ട് നേരെ എടുത്തില്ല പോണൊരു പൊട്ട്. തൊടാതെ ഇപ്പൊ പാവമാണ്. എന്നറിയാമോ മനസ്സിലായില്ല. ഇപ്പൊ മഹാദേവർക്ക് വകയായിട്ടില്ല. അവർക്ക് ഇടപാട് തീർന്നാലേ മഹാദേവർക്ക് വകയാവും. കാര്യം എല്ലായിടം പോയിട്ട്
ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ് കൊടിമരത്തിൻ്റെ അവസ്ഥ. സന്തോഷമായില്ലേ? ഭക്തജനത്തിരക്കാണ്, അതുകൊണ്ട് നേരെ എടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ജനങ്ങളെല്ലാം കാണും. ഞാനിവിടെ കൊടിമരത്തില് സ്പർശിക്കാതെ വേണം അകത്ത് പ്രവേശിക്കാൻ. കൊടിമരത്തിലോ സ്പർശിക്കാതെ വേണം ഭഗവാന്റെ മുമ്പിൽ കൊടിമരം കാണാം. സന്തോഷമായി. പേര് അജിത എസ് വേൾഡ്. അജിത എസ് വേൾഡ്. അജിതാസ് വേൾഡ്. ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അകത്ത് കയറാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ജനങ്ങളായിരുന്നു. അപ്പം നിങ്ങളും അതിൽ കാണും കേട്ടോ. നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വരും. ഇന്നലെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ, ഇതിൻ്റെ കൊടിമരത്തിൻ്റെ. മുടി ഒന്ന് ഒതുക്കാൻ കയ്യിൽ മൊത്തം കുരുങ്ങുന്നു. പോയാലേ അവർക്ക് കാണാൻ പറ്റും. കല്യാണം അതുകൊണ്ട് നേരത്തെ പോകണം. കിഴക്കേ നടയാണ് കേട്ടോ. കൊടിമരം വന്നു കഴിഞ്ഞ് രാവിലെ 8:30 പ്രതിഷ്ഠ കേട്ടോ. മുഹൂർത്തം നോക്കിയാണ് വെച്ചത്. ഇന്നാണ് നന്ദികേശ്വര സ്വാമി അവിടെ പ്രതിഷ്ഠിച്ചത്. നന്ദികേശ്വര സ്വാമിയെ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായി ഇന്ന് പ്രതിഷ്ഠിച്ചു കേട്ടോ. അതിൻ്റെ പ്രതിഷ്ഠയാണ്
കൊടിമര പ്രതിഷ്ഠയിൽ രാവിലെ 8:30 മണിക്ക് തന്നെ ഇതിനൊരു അറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കിവിടെ എത്താൻ പറ്റിയില്ല. ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കാണാം. ശരി. കൊടിമര പ്രതിഷ്ഠിച്ചതിന് ശേഷം ആദ്യത്തെ ദീപാരാധനയാണ് നടക്കാൻ പോകുന്നത്. ശരി, ഇതെല്ലാം നമ്മളൊക്കെ വേണ്ടി വരും. മറശാല മഹാദേവ നല്ല ഭംഗിയുള്ള പണി. അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും, സഹായിച്ചവരെയും സഹായിക്കാത്തവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാണാം. എനിക്ക് എൻ്റെ ഇരിക്കാൻ പറ്റി. കൊടിമരത്തെ സ്പർശിക്കരുതെന്ന് എഴുതിയാലും ആളുകൾക്ക് അതിൽ തൊട്ടെന്ന് എഴുതി അവിടെയൊക്കെ തൊടും. എന്നാ ഒരു കാര്യം എല്ലായിടും തൊടിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തൊടത്തില്ല. അപ്പൊ നിങ്ങളെപ്പോലുള്ളവരെ സൂക്ഷിക്കാം. ഇതാണ് 12/4/97 അത് പ്രതിഷ്ഠിച്ചത്. അത് 97 കഴിഞ്ഞ് 107, 17, 24, 23 മുറിച്ചത്. ഇനി ഇതുപോലത്തെ ഇനി പുനഃപ്രതിഷ്ഠ അല്ല, പുതിയ ഇതേപോലെ കല്ല് കൊത്തി വയ്ക്കുമായിരിക്കാം. പണ്ട് കൊടിമരം ഉറപ്പിച്ച സമയമാണ് കേട്ടോ, ഡേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, കാണാം. അപ്പച്ചിയുടെ ചെറുമകളുടെ കല്യാണമായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ മൊത്തം അവിടെ നിന്ന് എടുത്തിട്ട് പോകുള്ളായിരുന്നു കേട്ടോ. അതിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനെ മഹാനെ കാത്തോളിനെ. കാണാം, സന്തോഷമായി. ഭാരവാഹികളാരും കാണാനുമില്ല. എന്നിട്ട് കൊച്ചുന്നേ എല്ലാരും ഉണ്ടല്ലേ അല്ലേ? ഇന്നലെ നോക്കിയില്ല, അപ്പൊ നോക്കണില്ല. കണ്ട, ഞാനാണ് പരാതി പറയേണ്ടത്. ഇന്നലെ ഇട്ട് അത് തന്നെ. ഇത് ഇവിടുത്തെ മെമ്പേഴ്സാണ് കേട്ടോ ഇവിടുത്തെ. അവിടെ കല്യാണം മറവീട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എടുക്കല്ലേ. കൊടിമര പ്രതിഷ്ഠയുടെ അലങ്കാരം കേട്ടോ, രസമുണ്ടല്ലേ. മഹാദേവ ക്ഷേത്രമാണ്, പാറശാല മഹാദേവ. ഞാനിവിടെ നിൽക്കാൻ കേട്ടോ, ഭക്തർ വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ.